എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ പറയുന്ന ഒരു പ്രശ്നം ഇപ്പോഴാണ് ഉയർന്നു വന്നത്. ആ വന്ന പ്രശ്നത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പ്രസക്തമല്ല. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് വീഴ്ചകളെക്കാൾ എത്രയോ എണ്ണം ഉണ്ടാകും നേട്ടങ്ങളുടെ കണക്കുകൾ. ആ നേട്ടങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ നേട്ടങ്ങളെ കുറിച്ച് പറയാതിരിക്കുകയും നേട്ടങ്ങളുടെ ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ മേൽ ആരോപിക്കാതിരിക്കുകയും വീഴ്ചകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്വമാണ്, അത് കഴിവില്ലായ്മയാണ് എന്ന് പറയുകയും ചെയ്യലല്ല. ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചു, സംരക്ഷിക്കുന്നില്ല സർക്കാർ, ശക്തമായ നടപടി സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു മാതൃക കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പെപ്പോഴെങ്കിലും ഉണ്ടോ? ശിവശങ്കർ നേരത്തെ ഒക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അന്നൊന്നും അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അന്നൊന്നും ഉയരാത്തൊരു ആരോപണം ഇപ്പൊ ഉയരുമ്പോ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ശക്തിപ്പെടുക. ശ്രീ ശിവശങ്കറിനെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്ന ഞങ്ങളുടെ ആവശ്യത്തെ അടിവരയിടുന്നൊരു വാദമാണ് പ്രിയപ്പെട്ട റഹീം തന്നെ മുന്നോട്ട് വെച്ചത്. ഇനി മനസാക്ഷിയുടെ കോടതിയും ജനങ്ങളുടെ കോടതിയും പാർട്ടി കോടതിയെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും വല്ലാണ്ട് പോകുന്നില്ല. പക്ഷെ ഒറ്റ വാചകം ഞാൻ വായിക്കാം. ആരോപണ വിധേയർ അധികാരത്തിലിരിക്കുമ്പോൾ അഴിമതി കേസിൽ നീതിപൂർവകമായ അന്വേഷണം സാധ്യമല്ല. അതുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് കോടതികളും ചൂണ്ടിക്കാണിച്ചത്. ആരോപണ വിധേയർ നിരപരാധികളാണെന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ചു പറയുന്നു എന്ന് തുടങ്ങി ആരോപണ വിധേയർ അധികാരത്തിലിരിക്കുമ്പോൾ അന്വേഷണം നിഷ്പക്ഷമാവില്ല എന്ന് പറഞ്ഞത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ സാധാരണ ഒരു ഉദ്യോഗസ്ഥനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നെ സംശയിക്കരുത്, IT വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം വരുമ്പോ അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല, ക്രെഡിറ്റ് മാത്രം കൊടുത്താൽ മതി, കുറവുകളൊന്നും മുഖ്യമന്ത്രിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ ആ വാദം എങ്ങനെയാ ജനങ്ങൾ അംഗീകരിക്കുക? ഞങ്ങൾ വലിച്ചഴച്ചതാണോ ജലീലിനെ? ഞങ്ങൾ വലിച്ചഴച്ചതാണോ സ്പീക്കറെ? BJP-കാരനായ നേതാവിന്റെ കട ഉദ്ഘാടനം പോയി സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എന്നാണ് CPM-ന്റെ വാദം. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് പോയതാണോ? അവിടെ പോയിട്ട് ആ BJP-കാരനായിട്ട് നേതാവിന്റെ കട സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ ആരെങ്കിലും എഴുതി കൊടുത്തതാണോ? KT ജലീൽ 1000 കിറ്റ് കോൺസൽ ജനറലിൽ നിന്ന് മേടിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പുറത്തുവിട്ട വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ടിൽ പറയുന്നത്. 1000 കിറ്റ് കൊടുത്ത ഒരു പഞ്ചായത്ത് മെമ്പർ നാട്ടിൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണക്കാരായ ആളുകൾക്ക്. CPM-കാർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്തിനാ UAE-യുടെ സഹായം? ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? അതിൽ പ്രോട്ടോകോളിന് ലംഘനം ഉണ്ടായെന്ന് പറയുന്നത് ഞങ്ങളാണോ? അദ്ദേഹം തന്നെ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നു ശ്രീ KT ജലീൽ ചെയ്തത് പ്രോട്ടോകോളിന് നിരക്കാത്തതാണ്. വേറൊരു രാജ്യത്തിന്റെ സഹായം നമ്മൾ അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അതിനുവേണ്ടി ഒരു 100 തവണ വിളിക്കാൻ ശ്രമിക്കരുതായിരുന്നു. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതിന്റെ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. 1000 കിറ്റ് കൊടുക്കാൻ KT ജലീൽ റഹീമിനെ വിളിച്ചു പറഞ്ഞാൽ കൊടുക്കുമല്ലോ, റഹീം കൊണ്ട് കൊടുത്തോളുമല്ലോ 1000 കിറ്റ്. എന്തിനാ UAE-യുടെ സഹായം? നിങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്നിട്ട് അതിന്റെ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു മന്ത്രി 1, 2, 3, 4 തവണ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണോ KT ജലീലിനോട് അവിടെ 1000 കിറ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോയി മേടിച്ചോന്ന് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതാണോ? നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക ഇത്രയും വലിയ അന്താരാഷ്ട്ര മാഫിയയുടെ പ്രവർത്തനത്തിന് ഒരാളെ ഡെപ്യൂട്ട് ചെയ്യാൻ അതിനുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കി അതിങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ കയറാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ച് അതിലെ ഉദ്യോഗസ്ഥനെ ഹൈജാക്ക് ചെയ്ത് അതുവഴി CM-ന്റെ ഓഫീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ വകുപ്പിൽ തന്നെ കയറി അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. അവിടെ നിന്ന് കള്ളക്കച്ചവടം നടത്തി കള്ളക്കടത്ത് നടത്തി പിടിക്കപ്പെട്ടപ്പോ ആദ്യം പങ്കില്ല എന്ന് പറഞ്ഞു, അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു, നടപടി എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു.
പറഞ്ഞ ആവശ്യപ്പെട്ട നമ്മളോട് ഒച്ചയിട്ടു അത് സിൻഡിക്കേറ്റ് ആണ്, ഞങ്ങൾ പഠിച്ച സ്കൂളല്ല, നിങ്ങൾ പഠിച്ച സ്കൂള് LDF അല്ല, UDF അല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം ചോദിച്ചു, LDFന്റെ കാലത്ത് ഇങ്ങനെ നടന്നു, UDFന്റെ കാലത്ത് ഇങ്ങനെ നടന്നോന്ന്. UDFന്റെ കാലത്ത് എന്നുള്ളതല്ല, ഇന്ത്യയിലെ ഒരു ഗവൺമെന്റിന്റെ കാലത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇടപെട്ടതിന്റെ ഒരു ആരോപണം ഉയർന്നിട്ട് നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. NIA കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം UDFന്റെ കാലത്തു നിന്നല്ല, EMSന്റെ കാലം തൊട്ട് ഉമ്മൻചാണ്ടിയുടെ കാലം വരെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കാലത്തും വന്നിട്ടില്ല. റഹീം, അതിപ്പോഴേ വന്നിട്ടുള്ളൂ. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും വന്നിട്ടില്ല, അതിപ്പോ കേരളത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ആ സാഹചര്യം ആരും ഞങ്ങൾ ആരും ഉണ്ടാക്കിയതല്ല. ഇത്തരം അവതാരങ്ങൾ എപ്പോഴും ഉണ്ടാകും. അത്തരം അവതാരങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും. അതും അഴിമതിയാണ്. ഈ മന്ത്രിസഭയിൽ അത്തരം അവതാരങ്ങൾ ഉണ്ടാവില്ല. പറഞ്ഞത് പിണറായി വിജയൻ. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ഗവൺമെന്റിന്റെ പ്രതിച്ഛായക്ക് ക്ഷീണം സംഭവിച്ചു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഗവൺമെന്റിന്റെ പ്രതിച്ഛായയുടെ മാത്രം പ്രശ്നമല്ല, ആ ക്ഷീണം സംഭവിക്കുന്ന ഇടപെടൽ നടത്തിയ ആ ഓഫീസും ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഈ രാജ്യത്തിനോട് ചെയ്ത അപകടം എന്തൊക്കെയാണ് എന്നൊരു അന്വേഷണം നടന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഇപ്പൊ റഹീം നമ്മളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ നോക്കുക. ഈ ആ താൽക്കാലിക നിയമനങ്ങളെ സംബന്ധിച്ച് എല്ലാവരും അറിയണമെന്നില്ല. ഈ വാദം എന്തേ CPI എടുക്കാത്തത്? ഇനി ഈ പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ല എന്നുണ്ടോ? സ്പ്രിംഗ്ലറിന്റെ വിവാദം വന്നപ്പോൾ ഈ ഗവൺമെന്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി പറഞ്ഞു, ഇത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല, ഈ നടപടിക്രമങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. പ്രശ്നമാക്കണ്ടെന്നോ? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യം തുടക്കം വെക്കുന്നത്. ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്നിട്ട് LDF ആണോ UDF ആണോ എന്ന് ചോദിച്ചാൽ മതി. ഈ നിയമനങ്ങളെ ഇങ്ങനെ ലഘൂകരിച്ച് കാണിക്കാൻ പറ്റുമോ? എത്ര ചെറുപ്പക്കാരാണ് റഹീമെ ഇവർ ഒരു തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നവർ, PSCയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർ, യോഗ്യതയുള്ളവർ, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ. ഞങ്ങളോടത് വേണ്ടായിരുന്നു. 5-10 വർഷം പഠിച്ച് PhD വരെ എടുത്ത് ഒരു അധ്യാപകനായി കോളേജിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നവന്റെ PG വെയിറ്റേജിന്റെ പേര് പറഞ്ഞ് അതുവരെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോ, LDCയിലും LGSലും ഇഷ്ടം പോലെ റാങ്ക് ലിസ്റ്റിൽ ആളുകൾ ഇഷ്ടം പോലെ കാത്തിരിക്കുമ്പോൾ കരാർ നിയമനങ്ങളെ സ്ഥിരപ്പെടുത്തി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങൾക്ക് നിയമനം കൊടുക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽപ്പെട്ട, സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റിൽപ്പെട്ട ആളുകൾ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും ചെറിയ നിയമനം ഈ ഗവൺമെന്റ് തന്നു എന്ന് സങ്കടത്തോടെ കേരളത്തിന്റെ മുന്നിൽ പറയുമ്പോൾ മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ട് ഈ കരാർ നിയമനങ്ങളെ ഇങ്ങനെ ലഘൂകരിച്ച് കാണാൻ, ഇങ്ങനെ കോൺട്രാക്ട് ബേസിൽ നടക്കുന്ന ഈ പിൻവാതിൽ നിയമനങ്ങളെ ഇങ്ങനെ ലഘൂകരിച്ച് കാണാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? നമുക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി. അതും മാത്രമല്ല, ഇത്തരം നിയമനങ്ങൾ വഴി ഇതിനകത്തേക്ക് കയറുന്ന ആളുകൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതി എന്താ? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.